60 ഹരിക്കണം ബ്രാക്കറ്റിൽ 12 കൂട്ടണം 3 ഗുണിക്കണം 6 കുറയ്ക്കണം 20 ഹരിക്കണം 2. നമ്മൾ ബോർഡ് മാസ് ഉപയോഗിച്ച് ചെയ്യണം. ബോർഡ് മാസിൽ ആദ്യം ബി ബ്രാക്കറ്റ്. അപ്പോൾ ഈ ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. അപ്പോൾ 60 ഹരിക്കണം അതുപോലെ ഇട്ടു. ഇനി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ബോർഡ് മാസ് വേറെ ഉപയോഗിക്കണം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലും എല്ലാ ക്രിയകളും ഉണ്ട്, കൂട്ടലും കുറയ്ക്കലും ഒക്കെ. അപ്പോൾ ഇതിൽ ബോർഡ് മാസ് അവിടെ ഉപയോഗിക്കണം. ബോർഡ് മാസിൽ ബി ഒ ബ്രാക്കറ്റും ഓഫും കഴിഞ്ഞ അടുത്ത ഡിവിഷനാണ്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ആദ്യം ഹരണം 60 ഹരിക്കണം 12 പ്ലസ് 3 × 6 അതുപോലെ ഇട്ടു മൈനസ് 20 ഹരിക്കണം 2 10. ഡി കഴിഞ്ഞാൽ അടുത്തത് ഗുണനാണ്, മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇത് ചെയ്യണം. 60 ഹരിക്കണം 12 കൂട്ടണം 3 18 മൈനസ് 10. 60 ഹരിക്കണം, ഇനി ഇത് കൂട്ടലും കുറയ്ക്കലും നമുക്ക് ചെയ്യാം. 12 18 കൂട്ടിയാൽ 30 വരും, 10 കുറച്ചാൽ 20. 60 ഹരിക്കണം 20 ചെയ്താൽ ഉത്തരം 3. 1/3-നും 1/2-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് 1/3-നും 1/2-നും ഇടയിൽ വരുന്നത് ഇതിലത്തെ ഏതാണെന്ന് നോക്കണം. ഈ 1/3 നമുക്ക് ഹരിച്ചെഴുതുമ്പോൾ 1-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1-ൽ 3 പോവില്ല, 0 ഇട്ടു. എന്നിട്ട് 1-ൻ്റെ കൂടെ 0 ചേർത്ത് 10 ആക്കി. ആ 0 ചേർക്കുമ്പോൾ പോയിൻ്റ് ഇട്ടു. 10-ൽ 3 9. അവിടെ 1 ശിഷ്ടം വരും. ആ 1-ൻ്റെ കൂടെ 0 ചേർക്കുമ്പോൾ വീണ്ടും 3 9. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. 0.3 3 3 എക്സെട്ര. ഇതിനെ ചുരുക്കി 0.3 എന്ന് എഴുതാം. അപ്പോൾ ഒരറ്റം നമുക്ക് കിട്ടിയത്ര 0.3. ഇനി മറ്റേ അറ്റം നോക്കുക 1/2. അത് നമുക്കറിയാം 1/2 എന്ന് പറഞ്ഞാൽ അര 0.5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1/3-ൻ്റെയും 1/2-ൻ്റെയും ഇടയ്ക്ക്, അതായത് 0.3-ൻ്റെയും 0.5-ൻ്റെയും ഇതിന് രണ്ടിൻ്റെയും ഇടയ്ക്കുള്ളത് ഇതിലത്തെ ഏതാണെന്ന് നോക്കണം. അപ്പോൾ ഇനി ഈ ബ്രാക്കറ്റിലുള്ള ഓപ്ഷൻസിൽ ഇത് ഓരോന്ന് ഹരിച്ചു നോക്കുക. ഈ 12/15 നമുക്ക് 3 കൊണ്ട് പിടിച്ചു ചുരുക്കുക. 4 3 12 5 3 15. ഇനി നമുക്ക് 4-നെ 5 കൊണ്ട് ഹരിക്കാം. 4-ൽ 5 പോവില്ല, 0 ഇട്ടു. 4-ൻ്റെ കൂടെ 0 ചേർത്തു, പോയിൻ്റ് ഇട്ടു. 40-ൽ 8 5 40. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടി 0.8. അത് ഇതിൻ്റെ ഇടയ്ക്കല്ലല്ലോ വരിക. 0.3-ൻ്റെയും 0.5-ൻ്റെയും ഇടയ്ക്കല്ല 0.8. ഈ 0.5-ൻ്റെ അപ്പുറത്തേക്ക് വരും. അടുത്തത് 5/6 അവിടെ ചെയ്തിരിക്കണത്. 2/3 ചെയ്യണം കേട്ടോ. 5/6 ചെയ്തു ആദ്യം. 5-ൽ പോവില്ല 6, 0 ഇട്ടു. 5-ൻ്റെ കൂടെ 0 ചേർത്തു, അപ്പോൾ പോയിൻ്റ് ഇട്ടു. 50-ൽ 8 48. നമുക്ക് അവിടെ നിന്ന് ഹരിക്കണം എന്നില്ല, കാരണം 0.8 അത് ഇതിൻ്റെ ഇടയ്ക്കല്ല വരുന്നത്. ഇനി നമ്മൾ ഈ വിട്ട 2/3 നോക്കുക. 2/3 2-ൽ 3 പോവില്ല, 0 ഇട്ടു. 2-ൻ്റെ കൂടെ 0 ചേർത്തു 20-ൽ, അപ്പോൾ പോയിൻ്റ് ഇട്ടു. 20-ൽ 6 3 18 6 അങ്ങനെ പോവും. 0.666. ഇതിനെ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 0.7 എന്ന് എഴുതാം അല്ലേ? കാരണം 5 5-ൽ കൂടുതലോ വന്നാൽ നമുക്ക് ഇപ്പുറത്ത് 1 കൂട്ടാം, പഠിച്ചിട്ടുണ്ട്. 5 5-ൽ കൂടുതലോ വന്നാൽ 1 കൂട്ടാം. 5-ൽ കുറവാണെങ്കിൽ അത് വിട്ടുകളയാം. അപ്പോൾ ഇത് വേണമെങ്കിൽ 0.7. പക്ഷെ അതൊന്നും ഉത്തരത്തിനെ ബാധിക്കുന്നില്ല, കാരണം 0.7 പറയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ അവസാനത്തെ എനിക്ക് ഉത്തരം ഹരിച്ചു നോക്കാം. 5/12. 5-ൽ പോവില്ല 12, 0 ഇട്ടു. 5-ൻ്റെ കൂടെ 0 ചേർത്തു, പോയിൻ്റ് ഇട്ടു. 50-ൽ 12 4 12 48. 0.4 അങ്ങനെ ഹരിക്കുമ്പോൾ 1 എന്നൊക്കെ വരും. നമ്മളത് ചെയ്യണമെന്നില്ല. എന്ത് കിട്ടി? 0.4. അത് ഇതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഉത്തരം എന്താ? 5/12. 6 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിൽ 5 മണിക്കൂറും 4 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിൽ 10 മണിക്കൂറും നടന്നാൽ യാത്രയിലെ ശരാശരി വേഗത കാണുക. ശരാശരി വേഗത കാണണം, ആവറേജ് സ്പീഡ് കാണണം. ഈ സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാകുമ്പോൾ ശരാശരി വേഗത ആണ് നമ്മളൊരു സൂത്രവാക്യം ഉപയോഗിച്ച് കണക്ക് ചെയ്യും. നമ്മളത് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാകുമ്പോൾ മാത്രമേ ആ സൂത്രവാക്യം ഉപയോഗിച്ചിട്ട് എന്ത് കാണാൻ പറ്റുള്ളൂ? ശരാശരി വേഗത. പക്ഷേ ഇവിടെ സഞ്ചരിച്ച ദൂരം തുല്യമല്ല. കാരണം എന്താ? ആദ്യം വേഗത 6 ആണ്, അടുത്ത വേഗത 4 ആണ്. അപ്പോൾ വേഗത മാറുമ്പോൾ ദൂരവും മാറുമല്ലോ. അപ്പോൾ സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമല്ല. അതുകൊണ്ട് ആ സൂത്രവാക്യം ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഘട്ടത്തിൽ ശരാശരി വേഗതയാണ് സൂത്രവാക്യം. ആകെ ദൂരം ബൈ ആകെ സമയം. ശരാശരി വേഗത ആകെ ദൂരം ബൈ ആകെ സമയം. ഇത് സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമല്ലാതിരിക്കുമ്പോഴാണ് ഈ സൂത്രവാക്യം. ഇനി നമുക്ക് ദൂരം കാണാൻ സൂത്രവാക്യം അറിയാം. സമയം ഇൻറ്റു വേഗത. ദൂരം സമയം ഇൻറ്റു വേഗത. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ ദൂരം എന്താ? ദൂരം കാണാൻ സമയം ഇൻറ്റു വേഗതയാണ്. അപ്പോൾ ഇവിടെ സമയം 5-ഉം വേഗത 6-ഉം. അപ്പോൾ ദൂരം സമയം ഇൻറ്റു വേഗത 5 × 6. ഇത് ആദ്യ ഘട്ടത്തിലത്തെ. അതുപോലെ ഇവിടെ വേഗത 4, സമയം 10. അപ്പോൾ ദൂരം 4 × 10 അല്ലെങ്കിൽ 10 × 4. 5 × 6 ഇത് ആദ്യത്തെ ദൂരം, 10 × 4 അടുത്ത ദൂരം. അപ്പോൾ രണ്ടും കൂടി കൂട്ടി ആകെ ദൂരമായി ബൈ ആകെ സമയം. എത്ര മണിക്കൂറാണ്? 5 മണിക്കൂറും 10 മണിക്കൂറും. 5 + 10 5 6 30 + 10 × 4 40 ബൈ 5 10 15.
ഇത് കൂട്ടുമ്പോൾ 30, 40, 70/15. 5 കൊണ്ട് പഠിച്ചെടുക്കുമ്പോൾ 14, 5, 70, 35, 15. ഇതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനാക്കി എഴുതാം. മിശ്രഭിന്നം. 14 എത്ര? 3. 4, 3, 12. അവിടെ ഒരു ബാക്കി 2 വരും ശിഷ്ടം. ആ 2 അംശമായിട്ട് എഴുതുക. ഈ ഛേദമായിട്ട് 3 എഴുതുക. 4/2/3 കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് നമ്മുടെ ശരാശരി വേഗത. 2970 43:33:23 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുക. ഇവിടെ റേഷ്യോ തന്നിട്ടുണ്ട് 43:33:23. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഭാഗിക്കേണ്ടത്. അപ്പോൾ ഭാഗങ്ങൾ എത്ര വരും? ഭാഗങ്ങൾ 43x, 33x, 23x. അതായത് ഒരു ചരം കൊണ്ട്, ഒരു വേരിയബിൾ കൊണ്ട് ഇതിനൊക്കെ ഗുണിച്ചെഴുതി. ഇതാണ് ഭാഗങ്ങൾ. ഈ ഭാഗങ്ങളൊക്കെ പാടെ കൂട്ടുക. 43x + 33x + 23x, ഈ 3 ഭാഗവും കൂട്ടിയ ആകെ എത്ര? 2970. ഇത് കൂട്ടുമ്പോൾ 99x = 2970. എക്സ് കാണാൻ ഇൻറ്റു 99 അങ്ങോട്ട് എടുത്തു. 2970/99. 99നെ 3 കൊണ്ട് ഗുണിച്ചാൽ 297 കിട്ടും. 99 × 3 297. അപ്പോൾ ആ 3 0 30 എക്സിൻ്റെ വില. അപ്പം നമുക്കിതിന്ന് ഭാഗങ്ങൾ കാണാം. 43x, 33x, 23x, ഇതിലൊക്കെ എക്സിൻ്റെ വില 30 കൊടുക്കുക. 43 × 30, 33 × 30, 23 × 30. ഇത് ഗുണിക്കുമ്പോൾ 1290. ഇത് ഗുണിക്കുമ്പോൾ 990. ഇത് ഗുണിക്കുമ്പോൾ 690. ഇങ്ങനെയാണ് നമ്മൾ ഭാഗിക്കേണ്ടത്. 36 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയും 100 മീറ്റർ നീളവുമുള്ള തീവണ്ടി ഒരു പാലം കടക്കാൻ 18 സെക്കൻഡ് എടുത്തു. പാലത്തിൻ്റെ നീളം കാണുക. ഇവിടെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളവും പാലത്തിൻ്റെ നീളവും കൂടി കൂട്ടണം. സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളത്തിനോട് കൂടി പാലത്തിൻ്റെ നീളം കൂട്ടണം. തീവണ്ടിയുടെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 100 മീറ്റർ. പാലത്തിൻ്റെ നീളമാണ് കാണേണ്ടത്. അത് എക്സ് എന്നെടുത്തു. അപ്പോൾ 100 + x അത്രയും മീറ്റർ. വേഗത തന്നിട്ടുണ്ട് 36 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഇവിടെ ദൂരത്തിൻ്റെ യൂണിറ്റിൽ ഇവിടെ മീറ്ററാണ് വരുന്നത്. വേഗതയുടെ യൂണിറ്റ് ഇവിടെ മണിക്കൂറാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വരില്ല, ഒരേപോലെ അല്ല, വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമ്മൾ ഈ 36നെ 5/18 കൊണ്ട് ഗുണിക്കുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ കിലോമീറ്റർ പ്രതി മണിക്കൂർ എന്ന യൂണിറ്റിലുള്ള വേഗതയെ മീറ്റർ പ്രതി സെക്കൻഡ് എന്ന യൂണിറ്റിലുള്ള വേഗതയാക്കാനാണ് 5/18 കൊണ്ട് ഗുണിക്കുന്നത്. അപ്പോൾ കിലോമീറ്റർ പ്രതി മണിക്കൂറിനെ മീറ്റർ പ്രതി സെക്കൻഡ് ആക്കാനാണ് 5/18 കൊണ്ട് ഗുണിക്കുന്നത്. 18 36 മേടിച്ചെടുക്കുമ്പോൾ 28 36 25 10. ഇപ്പോൾ മീറ്റർ പ്രതി സെക്കൻഡായി. ഇത് മീറ്റർ, ഇവിടെ മീറ്റർ. ദൂരം കാണാൻ സൂത്രവാക്യം സമയം ഇൻറ്റു വേഗത. വില കൊടുക്കുക. ദൂരം എത്രയാണ്? 100 + x സമയം നമുക്ക് തന്നിട്ടുണ്ട് 18 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ 18 ഇൻറ്റു വേഗത അപ്പോൾ കിട്ടിയത് 10. അപ്പോൾ 100 + x ഇത് ഗുണിക്കുമ്പോൾ 180. എക്സ് കാണാൻ 100 അങ്ങോട്ട് എടുത്തു. 180 - 100. എക്സ് എന്താണ് എടുത്തിരുന്നത്? പാലത്തിൻ്റെ നീളമാണ്. അത് 80 മീറ്റർ. ഒരു കാർ 22 മണിക്കൂർ കൊണ്ട് ഒരു യാത്ര പൂർത്തിയാക്കുന്നു. യാത്രയുടെ ആദ്യ പകുതി 50 km/h വേഗതയിലും മറ്റേ പകുതി 60 km/h വേഗതയിലും സഞ്ചരിക്കുന്നു. ആകെ ദൂരം എത്ര? അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് എക്കും ബിക്കും ഇടയിൽ, എയിൽ നിന്ന് ബിയിലേക്കാണ് യാത്ര ചെയ്യണത് വിചാരിക്കുക. ഇവിടെ പറയണത് യാത്രയുടെ ആദ്യ പകുതി, അടുത്ത പകുതി. അപ്പോൾ നമ്മളിത് പകുതി അടയാളപ്പെടുത്തി വെച്ചു. അവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ദൂരം O, ഇവിടെ ഈ ഭാഗം O എന്നെടുത്തിട്ട് ഇതാണ് പകുതി, ആദ്യ പകുതി. ഇത് അടുത്ത പകുതി. ഇവിടെ എന്താ പറയണത്? ആദ്യ പകുതിയിൽ 50 km/h. അപ്പോൾ ഈ സമയത്ത് വേഗത 50 km/h. അടുത്ത പകുതി 60. അപ്പോൾ ഈ പകുതിയിൽ 60 km/h. ഇങ്ങനെ വരുമ്പോൾ ഈ പകുതിയും പകുതിയാവുമ്പോൾ ഈ 2 ഘട്ടങ്ങളിലും സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണ്. പകുതിയും പകുതിയാവുമ്പോൾ ഈ ഭാഗത്തും സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാകുമ്പോൾ മാത്രം ശരാശരി വേഗത കാണുന്നുള്ള സൂത്രവാക്യമാണിത്. സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാകുമ്പോൾ മാത്രമേ ഈ സൂത്രവാക്യം എന്തിനു ഉപയോഗിക്കാൻ പാടുള്ളൂ? ആവറേജ് സ്പീഡ് കാണാൻ 2xy/x + y. എക്സും വൈയും ഈ 2 വേഗതകൾ. അപ്പോൾ 2 × 50 × 60/50 + 60. 2 × 50 × 60/50 60 കൂട്ടിയ 110. നമുക്ക് ഒരു 0 വെട്ടിക്കളയാം. ബാക്കി 2 × 50 100 × 6 600/11. അത് നമുക്ക് വെട്ടിച്ചെടുക്കാൻ പറ്റില്ല, അത്രയും. ഇത് ശരാശരി വേഗതയാണ്, km/h. ഇനി നമുക്ക് ദൂരം കാണാനുള്ള സൂത്രവാക്യം സമയം ഇൻറ്റു വേഗത. നമ്മൾ കാണാൻ പറഞ്ഞത് ആകെ ദൂരമാണ്. സമയം നമുക്ക് തന്നിട്ട് എത്രയാണ്? സമയം 22 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമയം 22 ഇൻറ്റു വേഗത ഇപ്പോൾ കിട്ടി. ശരാശരി വേഗത 600/11. 11ഉം 22 പഠിച്ചെടുക്കുമ്പോൾ 2 വരും. 2 × 600 1200 km.
ഈ സ്ഥലങ്ങൾക്കിടയിലുള്ള ദൂരം. ഒരു സ്ഥലത്തിൻ്റെ വില 1-ാം വർഷം 20% കൂടുന്നു, 2-ാം വർഷം 10% കുറയുന്നു, 3-ാം വർഷം 30% കൂടുന്നു. ഇപ്പോൾ വില 5 ലക്ഷം രൂപ. 3 വർഷം കഴിഞ്ഞാൽ വില എത്ര? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോഴത്തെ വില എഴുതുക. 5 ലക്ഷം രൂപ ഇൻറ്റു 1-ാം വർഷം 20% കൂടുകയാണ്. അപ്പോൾ 100ൻ്റെ കൂടെ 20 കൂട്ടി 5 ലക്ഷം ഇൻറ്റു 120/100. 2-ാം വർഷം 10% കുറയുന്നു, 100ന്ന് 10 കുറച്ചു ഇൻറ്റു 90/100 ഇൻറ്റു 3-ാം വർഷം 30 കൂടുന്നു, 100ൻ്റെ കൂടെ 30 കൂട്ടി ഇൻറ്റു 130/100. ഛേദത്തിൽ ആകെ 6 പൂജ്യവും അംശത്തിൽ ഈ ഒരു 0, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, 3 പൂജ്യമായി. ഇതിലത്തെ ഒരു 3 പൂജ്യം, 6 പൂജ്യം വിട്ടുകളഞ്ഞാൽ ഇവിടെ 500 ബാക്കിയുണ്ട്. ഇൻറ്റു 12 ഇൻറ്റു 9 ഇൻറ്റു 13. 500 ഇൻറ്റു 12 ഗുണിക്കുമ്പോൾ I12 60 2 പൂജ്യം, അതായത് 6000 ഇൻറ്റു 13 ഇൻറ്റു 9 117. 6ഉം 117 ഗുണിക്കുക. 6 7 42, ശിഷ്ടം 4, 1 6 6 4 10, ശിഷ്ടം 1, 1 6 6 7. 6 ഇൻറ്റു 117 702 വരും. പിന്നെ ഈ 3 പൂജ്യവും, അതായത് 3 വർഷം കഴിഞ്ഞാൽ വില 5 ലക്ഷം പോയി. എത്രയായി? 7,02,000 രൂപ. സമയം എന്തായി എന്ന ചോദ്യത്തിന് ഒരാൾ ഇപ്രകാരം മറുപടി പറഞ്ഞു: പിന്നിട്ട സമയത്തിൻ്റെ 1/7ഉം അവശേഷിക്കുന്ന സമയവും തുല്യമാണ്. അപ്പോൾ സമയം എത്ര? നമുക്ക് സമയമാണ് അറിയാത്തത്. സമയം x എന്നെടുക്കുക. എന്തായാലും പറഞ്ഞത്? പിന്നിട്ട സമയത്തിൻ്റെ 1/7. ഇപ്പോൾ സമയം x ആണെങ്കിൽ പിന്നിട്ട സമയം x തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം രാവിലെ 10 മണിയായിരിക്കുക. എത്ര മണിക്കൂർ പിന്നിട്ടു? 10 മണിക്കൂർ പിന്നിട്ടു. ഉച്ചയ്ക്ക് 12 മണിയാണ്. ആ ദിവസം 12 മണിയാകുമ്പോൾ എത്ര മണിക്കൂർ പിന്നിട്ടു? 12 മണിക്കൂർ പിന്നിട്ടു. അപ്പോൾ അവിടെ സമയം x ആണെങ്കിൽ എത്ര സമയം പിന്നിട്ടു? x മണിക്കൂർ പിന്നിട്ടു. അപ്പോൾ പിന്നിട്ട സമയത്തിൻ്റെ 1/7. അപ്പോൾ x ഇൻറ്റു 1/7. അതും അവശേഷിക്കുന്ന സമയം. ഈ അവശേഷിക്കുന്ന സമയം കാണാൻ എന്താ ചെയ്യുക? തന്ന സമയം 24 കുറയ്ക്കുക. കാരണം ഒരു ദിവസം ആകെ 24 മണിക്കൂറാണ്. അപ്പോൾ തന്ന സമയം x ആണല്ലോ. അവശേഷിക്കുന്ന സമയം എന്താ? 24x, 24 - x. അപ്പോൾ ഇത് രണ്ടും തുല്യമാണ്. ഏത്? പിന്നിട്ട സമയത്തിൻ്റെ 1/7, അതായത് x ഇൻറ്റു 1/7. അവശേഷിക്കുന്ന സമയം 24 - x, അത് രണ്ടും തുല്യം. x ഇൻറ്റു 1/7 x/7 ആണ്. -x എടുത്തു, +x സമം 24. ഇതെങ്ങനെ കൂട്ടുക? x അതുപോലെ ഇട്ടിട്ട് 7ഉം x ഗുണിക്കുക. 7x ബൈ പൊതുവായ ഛേദം 7. x അതുപോലെ ഇട്ടു, 7ഉം x ഗുണിച്ചു 7x ബൈ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് 7 ഇട്ടു, സമം 24. ഒരു എക്സും 7x കൂട്ടിയ 8x ബൈ 7 അങ്ങോട്ട് എടുത്തു, 24 ഇൻറ്റു 7. അപ്പോൾ x എങ്ങനെ കാണുക? 24 ഇൻറ്റു 7. ഈ ഇൻറ്റു 8 കൂടി വരുമ്പോൾ ബൈ 8 ആവും. 8ഉം 24ഉം 8ഉം ഒരു 3 വരും. 8ഉം 24 പിടിച്ചുക 3. 3 ഇൻറ്റു 7 21. അപ്പോൾ സമയം കിട്ടി 21. 21 എന്ന് പറയുമ്പോൾ നമുക്കത് റെയിൽവേ ടൈമായിട്ട് പരിഗണിക്കണം. റെയിൽവേ സമയമായിട്ട് 21 മണി പറഞ്ഞാൽ എത്രയാണ്? 12 കഴിഞ്ഞിട്ട് എത്ര നോക്കിയാൽ മതി? 12ഉം 9 21. 12 കഴിഞ്ഞിട്ട് 9 മണിക്കൂർ കഴിഞ്ഞു. അതായത് 21 മണി പറഞ്ഞാൽ രാത്രി 9 മണിയാണ്. 9 PM ഉത്തരം. 2 സംഖ്യകളുടെ അംശബന്ധം 8:11. ഇവയിൽ ഓരോന്നിൽ നിന്നും 5 കുറച്ചാൽ പുതിയ അംശബന്ധം 7:10 ആകും. സംഖ്യകളേവ? നമുക്ക് തന്ന റേഷ്യോ 8:11 ആണ്. സംഖ്യകളുടെ അംശബന്ധം 8:11. അപ്പോൾ നമുക്ക് സംഖ്യകൾ എന്തെടുക്കാം? 8x 11x. ഒരു ചരം കൊണ്ട്, ഒരു വേരിയബിൾ കൊണ്ട് രണ്ടിനെയും ഗുണിച്ച് എഴുതുക. സംഖ്യകൾ 8x 11x. ഇനി എന്താ പറയുന്നത്? 2ൽ നിന്നും 5 കുറയ്ക്കുക ഓരോന്നും. അപ്പോൾ എന്ത് വരും? 8x - 5 11x - 5. 8x - 5 ബൈ 11x - 5. നമ്മൾ റേഷ്യോനെ ബൈ ആയിട്ട് എഴുതി. 8x - 5 ബൈ 11x - 5 സമം അടുത്ത റേഷ്യോ. അപ്പോൾ ഈ 5 കുറച്ചാൽ പുതിയ റേഷ്യോവും. അതെത്ര? 7:10. അപ്പോൾ 7/10 എന്ന് എഴുതി. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക. 7 ഇൻറ്റു 11x - 5 സമം ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക. 10 ഇൻറ്റു 8x - 5. 7 കൊണ്ട് 2 ഗുണിക്കണം. 7 11 77x മൈനസ് പോസിറ്റീവ് നെഗറ്റീവ് വരും. 7 5 35 സമം 10 ഇൻറ്റു 8x 80x. 10 ഇൻറ്റു -5 -50. എക്സ് ഒരു ഭാഗത്ത് എഴുതുക. ഇവിടെ 77x. ഇത് ഇങ്ങോട്ട് വന്നു -80x സമം ഇവിടെ -50 ഉണ്ട്. -35 എടുത്തു, +35. 77x നിന്ന് 80x കുറച്ചാൽ -3x സമം -50 + 35. വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന് ചെല്ലുമ്പോൾ -15 വരും. അപ്പോൾ x സമം -15 ബൈ -3 I3 15. സംഖ്യകൾ കാണാൻ പറ്റും. സംഖ്യകൾ എന്താ? 8x 11x. വില കൊടുക്കുക. 8x 11x. 8 ഇൻറ്റു 5 11 ഇൻറ്റു 5. 8 5 40, 11 55. 40ഉം 55ഉമാണ് സംഖ്യകൾ.
സമാന്തര പ്രോഗ്രഷൻ്റെ 14-ാം പദം 140, ആദ്യത്തെ 14 പദങ്ങളുടെ തുക 1050, 31-ാം പദം കാണുക. 14-ാം പദം, അപ്പോൾ ആം പദത്തിൻ്റെ സൂത്രവാക്യം എഴുതുക. ടി എൻ സമം എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ ഇവിടെ n വരുമ്പോൾ ഡിയുടെ കൂടെ n മൈനസ് 1, ഇവിടെ n വരുമ്പോൾ ഡിയുടെ കൂടെ n മൈനസ് 1. അതുപോലെ ടി 14-ാം പദം നമ്മൾ എന്ത് എഴുതണം? എ പ്ലസ് ഡിയുടെ കൂടെ ഒന്ന് കുറയ്ക്കണ്ടേ. അപ്പോൾ ടി 14 സമം എ പ്ലസ് 13 ഡി. അത് എത്രയാണ്? 14-ാം പദം 140, അപ്പോൾ സമം 140. അതോടെ ഇരിക്കട്ടെ. അടുത്തത് തുക, ആദ്യത്തെ 14 പദങ്ങളുടെ തുക. അപ്പോൾ എസ് സമ്മിൻ്റെ സൂത്രവാക്യം എഴുതുക. എസ് എൻ സമം n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. വില കൊടുക്കുക. 14 പദങ്ങളുടെയാണ്. അപ്പോൾ എസ് 14 സമം എന്നിന് പകരം 14/2 ഇൻറ്റു 2a പ്ലസ്, ഇവിടെ ഒന്ന് കുറയ്ക്കണമല്ലോ. അപ്പോൾ 14 എന്ന് കുറച്ചാൽ 13 ഡി. അത് എത്രയാണ് തന്നിട്ടുണ്ട് നമുക്ക്? തുക എത്രയാണ്? 1050. ഇനി 14/2 7 ഇൻറ്റു 2a പ്ലസ് 13 ഡി സമം 1050. ഈ ഇൻറ്റു 7 അപ്പുറത്തേക്ക് എടുത്തു, അപ്പോൾ ബൈ 7 ആയി. അപ്പോൾ 2a പ്ലസ് 13 ഡി സമം 1050 ബൈ 7 ഹരിക്കുമ്പോൾ 15 7 105, ഒരു 0 150. നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഇപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എത്ര? എ പ്ലസ് 13 ഡി സമം 140. അത് ഇവിടെ താഴെ എഴുതി. ഇപ്പോൾ കിട്ടിയ എന്താ? 2a പ്ലസ് 13 ഡി സമം 150. 2a പ്ലസ് 13 ഡി സമം 150. ഈ 2 ഇക്വേഷനും താഴെ എഴുതി നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക, കുറയ്ക്കുക. 2a എന്ന് ഒരു കുറച്ചാൽ എ, 13 ഡി കുറച്ചാൽ 0 ആയി പോയി. 150 നിന്ന് 140 കുറച്ചാൽ 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു എ, അതായത് എ സമം 10 എന്ന് കിട്ടി. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. അതിലത്തെ രണ്ടാമത്തെ എ പ്ലസ് 13 ഡി സമം 140 ഇക്വേഷൻ എഴുതി. അതിൽ എയുടെ വില കൊടുക്കുക. 10 പ്ലസ് 13 ഡി സമം 140 പ്ലസ് 10 അങ്ങോട്ട് എടുത്തു. 13 ഡി സമം 140 മൈനസ് 10. 13 ഡി സമം ഇത് കുറയ്ക്കുമ്പോൾ 130. ഡി സമം 130 ബൈ 13 10. നമുക്ക് എയും ഡിയും കിട്ടി. എന്താ ചോദ്യം? 31-ാം പദം. അപ്പോൾ ടി 31 എന്താ? എ പ്ലസ് 30 ഡി. ഒന്ന് കുറയ്ക്കണം, n മൈനസ് 1 വരുമ്പോൾ ഇവിടെ ഒന്ന് കുറയ്ക്കണമല്ലോ. അപ്പോൾ ടി 31 എ പ്ലസ് 30 ഡി. വില കൊടുക്കുക. എ എത്രയാണ് നമുക്ക് കിട്ടിയ? 10 പ്ലസ് 30 ഇൻറ്റു ഡി 10. എയും ഡിയും 10 ആണ്. അപ്പോൾ 10 പ്ലസ് 30 ഇൻറ്റു 10 300, കൂട്ടുമ്പോൾ ഉത്തരം 310. ഒരു വരിയിൽ രാജു വലത് നിന്ന് 14-ാമതും ബാബു ഇടത് നിന്ന് 8-ാമതും ആണ്. ഇവർക്കിടയിൽ 4 പേർ ഉണ്ട്. വരിയിൽ ആകെ എത്ര പേർ? നമ്മൾ ഇതാണ് വരി എന്ന് സങ്കല്പിക്കുക. ഇത് ഇടതുവശം, ഇത് വലതുവശം. രാജു വലത് നിന്ന് 14-ാമത് ആർ, അതായത് രാജു വലത്ത് നിന്ന് 14th 14-ാമൻ. ബാബു ഇടത്തുനിന്ന് 8, ബി ബാബു ഇടത്തുനിന്ന് 8th. ഇവർക്കിടയിൽ 4 പേർ. ഇവർക്കിടയിൽ 4 പേരുണ്ട്. ഈ വരിയിൽ ആകെ എത്ര കാണാൻ? ഈ ബാബു ഇവിടെ 8-ാമതാണെങ്കിൽ ഇവിടെ ബാബു ഉൾപ്പെടെ 8 പേരുണ്ട്. ഈ വശത്ത് ബാബു ഉൾപ്പെടെ 8 പേര്. ഇവിടെ രാജു 14-ാമതാണെങ്കിൽ ഈ ഭാഗത്ത് രാജു ഉൾപ്പെടെ 14 പേർ. അപ്പോൾ ഇവിടെ 8 പേര്, ഇവിടെ 14 പേര്, ഇടയ്ക്ക് 4 പേര്. എല്ലാം കൂടി കൂട്ടിയ 8 4 12 4 16 10 26 പേരാണ് വരിയിലാകെ. സമാന്തര ശ്രേണിയുടെ 21-ാം പദം 7-ാം പദത്തിൻ്റെ 3 മടങ്ങാണ്. 9-ാം പദം 18, 64-ാം പദം കാണുക. ഇത് 22/4/25 നടന്ന LDC പരീക്ഷയുടെ ചോദ്യമാണ്. നമുക്ക് 21-ാം പദം, 7-ാം പദം, 9-ാം പദം ഇങ്ങനെയൊക്കെ തന്നിരിക്കണം. അപ്പോൾ നമ്മൾ ആം പദത്തിൻ്റെ സൂത്രവാക്യം എഴുതുക. ടി എൻ സമം എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതിൽ നമുക്ക് ഇപ്പോൾ n എന്ന് വരുമ്പോൾ ഇവിടെ n മൈനസ് 1 വരുന്നുണ്ട്. നമുക്ക് ആദ്യം 21-ാം പദം, അതായത് ടി 21 എ പ്ലസ് 20 ഡി വരും. കാരണം ഇവിടെ n വരുമ്പോൾ n മൈനസ് 1 ഡിയുടെ കൂടെ ഒന്ന് കുറഞ്ഞ് വരും. അപ്പോൾ ടി 21 എ പ്ലസ് 20 ഡി. അതുപോലെ ടി 7 എ പ്ലസ് 6 ഡി. അടുത്തത് എന്താ? ബന്ധം. 21-ാം പദം 7-ാം പദത്തിൻ്റെ 3 മടങ്ങ്, അതായത് 7-ാം പദത്തിനെ 3 കൊണ്ട് ഗുണിച്ചാൽ 21-ാം പദം കിട്ടും. അപ്പോൾ 21-ാം പദം എത്ര? എ പ്ലസ് 20 ഡി. അത് കിട്ടാൻ 7-ാം പദത്തിനെ 3 കൊണ്ട് ഗുണിക്കുക. 7-ാം പദം എത്ര? എ പ്ലസ് 6 ഡി ഇൻറ്റു 3. എ പ്ലസ് 20 ഡി സമം 3 കൊണ്ട് 2 ഗുണിക്കണം. 3a പ്ലസ് 18 ഡി. എ എല്ലാം ഒരു ഭാഗത്ത്. ഇവിടെ എ ഉണ്ട്. ഈ 3a ഇങ്ങോട്ട് വന്നു. മൈനസ് 3a സമം ഇവിടെ 18 ഡി ഉണ്ട്. 20 ഡി ഇങ്ങോട്ട് വന്നു. മൈനസ് 20 ഡി. ഒരു എന്ന് 3a കുറച്ചാൽ നെഗറ്റീവ് 2a. 18 ഡിന്ന് 20 ഡി കുറച്ചാൽ നെഗറ്റീവ് 2 ഡി. നെഗറ്റീവ് 2 വെട്ടിക്കളഞ്ഞാൽ എ സമം ഡി. നമുക്ക് ഈ പ്രോഗ്രഷൻ്റെ എയും ഡിയും ആദ്യ പദവും പൊതുവ്യത്യാസവും തുല്യമാണെന്ന് കിട്ടി. ഇനി 9-ാം പദം നമുക്ക് തന്നിട്ടുണ്ട്. 9-ാം പദം 18. അപ്പോൾ എന്താ? എ പ്ലസ് 8 ഡി സമം 18. എയും ഡിയും തുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എ അതുപോലെ ഇട്ടിട്ട് ഡിക്ക് പകരം a2 എ പ്ലസ് 8a സമം 18. ഒരു എ 8a കൂട്ടുമ്പോൾ 9a സമം 18. എ സമം 18 ബൈ 9 2. എ 2 കിട്ടി. അപ്പോൾ ഡിയും 2 ആണ്. കാരണം എയും ഡിയും തുല്യമാണല്ലോ. നമുക്ക് എന്താ കാണേണ്ടത്? 64-ാം പദം. എങ്ങനെ കാണുക? എ പ്ലസ് 63 ഡി. എ എത്ര? 2 പ്ലസ്
63 ഇൻറ്റു ടിയും 2. അപ്പോൾ 2 പ്ലസ് ഇത് ഗുണിക്കുമ്പോൾ 126, ഉത്തരം 128. ഒരു അതിവർഷത്തിലെ ഫെബ്രുവരി 1 വെള്ളിയാഴ്ച. അതേ വർഷം മാർച്ച് 17 ഏത് ദിവസം? നമുക്ക് തന്നത് ഫെബ്രുവരി 1. അടുത്ത തീയതി മുതൽക്ക് എടുക്കുക. അടുത്ത തീയതി അതായത് ഫെബ്രുവരി 2 മുതൽക്ക് 29 വരെ കണക്കാക്കണം. കാരണം ഇത് അതിവർഷം അല്ലെങ്കിൽ ലീപ്പ് ഇയർ ആണ്. ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. അപ്പോൾ ഫെബ്രുവരിയിൽ 2 മുതൽക്ക് 29 വരെ എത്ര ദിവസമാണ്? 29 2 കുറയ്ക്കുക 27, അതിൻ്റെ കൂടെ 1 കൂട്ടുക 28 ദിവസം. മാർച്ചിൽ നമുക്ക് തന്ന ഡേറ്റ് വരെ എടുക്കണം. തന്ന ഡേറ്റ് വരെ. അപ്പോൾ ആദ്യത്തെ ഡേറ്റ് അടുത്ത ദിവസം മുതൽക്ക് എടുക്കുക. അടുത്ത ഡേറ്റ് ആ ഡേറ്റ് വരെ എടുക്കണം. മാർച്ച് 1 മുതൽക്ക് 17 തീയതി വരെ എത്ര ദിവസം? 17 ദിവസം. ടോട്ടൽ നമ്മൾ ആഡ് ചെയ്യുക, കൂട്ടുക, 45 ദിവസം എന്ന് കിട്ടും. അതിനെ നമ്മൾ 7 കൊണ്ട് ഹരിക്കുക. ഈ 7 ഒരു കോൺസ്റ്റൻ്റ് ആണ്, സ്ഥിരസംഖ്യയാണ്. ആഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണം. 45നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 6 7 42, 6 തവണ പോവും. ശിഷ്ടം റിമൈൻഡർ ഒരു 3 വരും. ഈ ശിഷ്ടം നമ്മൾ തന്ന ആഴ്ചയുടെ കൂടെ കൂട്ടുക. തന്നത് ഏതാ? വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയുടെ കൂടെ ഈ 3 കൂട്ടുക. അതായത് വെള്ളി കഴിഞ്ഞാൽ 3 എണ്ണം, വെള്ളി കഴിഞ്ഞിട്ട് 3 ദിവസം കണക്കാക്കണം. വെള്ളി കഴിഞ്ഞാൽ ശനി, ഞായർ, തിങ്കൾ. ഉത്തരം തിങ്കൾ.